students, welcome to our GS class. Today we are going to learn about standard for GS, the remaining part of chapter 6. Today's topics are forest, wildlife, non-renewable resources, reduce, reuse and recycle. Okay. These are today's topics. The previous class we have already discussed about natural resources. The natural resources can be classified into two, renewable resources and non-renewable resources. Okay, so let us learn more about the renewable resource and forest. Okay. So first of all we are going to discuss about forest. Okay. Forests comprise a variety of plants and trees and are home to various animals. അതായത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹോം ടു വേരിയസ് ആനിമൽസ്. അതായത് പല വിധത്തിലുള്ള ആനിമൽസിന് ഒരു ഹോമാണ് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോറസ്റ്റ് കംപ്രൈസ് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആൻഡ് ആർ ഹോം ടു വേരിയസ് ആനിമൽസ്. Plants and trees give us food, clothes and wood. നിങ്ങൾ ഫോറസ്റ്റ് കണ്ടിട്ടില്ലേ? ഫോറസ്റ്റിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സും ഉണ്ട്, ആനിമൽസും ഉണ്ട്. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഫുഡും ക്ലോത്തും അതുപോലെ തന്നെ വുഡ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ട്രീസിൽ നിന്നാണ്. ഫോറസ്റ്റ് ഗീവ് us plenty of oxygen, but trees are being cut to construct roads, bridges and buildings. We need to stop this. അതായത് നമുക്കറിയാം ഇന്ന് ഫോറസ്റ്റിലെ ട്രീസ് എല്ലാം കട്ട് ചെയ്ത് ബിൽഡിങ്സ് ഒക്കെ പണിയുന്നത് മൂലം എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? സോ ഹൗ ക്യാൻ വി പ്രൊട്ടക്റ്റ് അവർ ഫോറസ്റ്റ്? എങ്ങനെ നമുക്ക് നമ്മുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ട്രീസ് ഷുഡ് നോട്ട് ബി കട്ട് ഡൗൺ ഇൻ ഫോറസ്റ്റ്. അതായത് ഫോറസ്റ്റിലെ ട്രീസ് ഒരിക്കലും കട്ട് ഡൗൺ ചെയ്യരുത്. ഫോറസ്റ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് എ പ്രൊട്ടക്റ്റഡ് ഏരിയ. അതായത് ഫോറസ്റ്റിനെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. അതുപോലെ തന്നെ വി ഷുഡ് യൂസ് റീസൈക്കിൾഡ് പേപ്പർ ആസ് എ ലാർജ് നമ്പർ ഓഫ് ട്രീസ് ആർ കട്ട് ടു മേക്ക് പേപ്പർ. അതായത് നമ്മൾ പേപ്പർ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക. അതിലൂടെ പേപ്പർ ഉണ്ടാക്കാൻ ഒരുപാട് ട്രീസ് കട്ട് ചെയ്യുന്നുണ്ട്. സോ we should use recycled paper as a large number of trees are cut to make papers. Okay. So next is wildlife. Animals that live in forest are known as wildlife. They are our treasure. Animals and plants together maintain a balance in nature. We have to protect wildlife. Wildlife എന്ന് പറഞ്ഞാൽ എന്താണ്? Animals that live in forest are known as wildlife. Okay, wildlife needs to be protected. Okay, how can we protect wildlife? നമുക്ക് എങ്ങനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽസ് ഈസ് ആൻ ഒഫൻസ്. സ്ട്രിക്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൻ എഗൻസ്റ്റ് പീപ്പിൾ ഹു ഹണ്ട് ഓർ പോച്ച് വൈൽഡ് ആനിമൽസ്. അതായത് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹണ്ടിങ് ഓഫ് വൈൽഡ് ആനിമൽ ഈസ് ആൻ ഒഫൻസ്. അതായത് നമ്മൾ വന്യമൃഗങ്ങളെ ഒരിക്കലും വേട്ടയാടരുത്. സ്ട്രിക്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ എഗൻസ്റ്റ് പീപ്പിൾ ഹു ഹണ്ട് വൈൽഡ് ആനിമൽസ്. വൈൽഡ് ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം. അതുപോലെ യൂസ് ഓഫ് ആനിമൽ സ്കിൻ ആൻഡ് അതർ പാർട്സ് ഫോർ മേക്കിംഗ് ലെതർ ബെൽറ്റ്സ്, കോട്ട്സ്, ബാഗ്സ് ആൻഡ് ഷൂസ് ഷുഡ് ബി ഡിസ്കറേജ്ഡ്. അതായത് ആനിമൽസിൻ്റെ സ്കിന്നോ അവരുടെ മറ്റ് ശരീരഭാഗങ്ങളോ ഉപയോഗിച്ച് ബെൽറ്റ്, ലെതർ ബെൽറ്റ്, അതുപോലെ തന്നെ കോട്ട്, ബാഗ്, ഷൂസ് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ്, ഫോറസ്റ്റ് ഏരിയാസ് വിത്ത് വൈൽഡ് ആനിമൽസ് ഷുഡ് ബി ഡെവലപ്ഡ് ആസ് നാഷണൽ പാർക്സ് and wildlife sanctuaries where animals can live freely in natural surroundings. അതായത് ഫോറസ്റ്റ് ഏരിയാസ് അവിടെ നാഷണൽ പാർക്സും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ ഡെവലപ്പ് ചെയ്യണം.
ഇതുകൊണ്ട് ആനിമൽസിന് ഫ്രീ ആയിട്ട് ആ നാച്ചുറൽ സറൗണ്ടിങ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് though plants and animals are renewable resources, sometimes a particular plant or animal disappears forever. Such animals or plants are said to have become extinct. അതായത് ആനിമൽസും പ്ലാന്റ്സും എല്ലാം റിന്യൂവബിൾ റിസോഴ്സസിനകത്ത് വരുന്നതിന് കാരണം ഇതെല്ലാം ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേന് പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഡിസപ്പിയർ ആവും. സച്ച് ആനിമൽസ് ഓർ പ്ലാന്റ്സ് ആർ സെഡ് ടു ഹാവ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. നിങ്ങൾ വംശനാശം സംഭവിച്ച, അതായത് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ജീവികൾ, അതുപോലെ തന്നെ സസ്യങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത്. എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ് ഓർ പ്ലാന്റ്സ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദ ഡോഡോ ബേർഡ് ഈസ് എക്സ്റ്റിങ്ക്റ്റ് നൗ. അതായത് ഇത് ഡോഡോ ബേർഡ് എന്ന് പറയുന്ന നേരത്തെ മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ഒരു ബേർഡാണ്. ഇപ്പോൾ അതിന് വംശനാശം സംഭവിച്ച് അത് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് റിസോഴ്സസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ വെരി ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഇൻ നേച്ചർ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ഈ നേച്ചറിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കാണത്തുള്ളൂ. ഓക്കെ, ദീസ് കനോട്ട് ബി റീമെയ്ഡ് ഓർ റിന്യൂഡ് അറ്റ് എ ഫാസ്റ്റ് പേസ് വൺസ് ദേ ആർ യൂസ്ഡ്. അതായത് ഒരിക്കൽ അത് ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ അത് നിർമ്മിച്ചെടുക്കാനായിട്ട് പാടാണ്. സോ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് റിസോഴ്സസ് that are present in very limited quantities in nature. Okay, examples of such resources are coal, petroleum and natural gas. These resources have taken thousands and thousands of years to form, so these cannot be replaced in short time. If we exhaust these resources, they are gone forever. Okay, next is reduce, reuse and recycle. Okay, to enjoy the resources for long time we have to remember 3 R's. അതായത് ഈ റിസോഴ്സസിനെ എല്ലാം നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 R's എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഓക്കെ, എന്താണത് പറയുന്നത്? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. വി ഹാവ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ദീസ് റിസോഴ്സസ്, റീയൂസ് ദം ആൻഡ് റീസൈക്കിൾ ദം. അതായത് നമ്മൾ ഈ റിസോഴ്സസിൻ്റെ ഉപയോഗം നമ്മൾ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ റിസോഴ്സസിനെ നമ്മൾ റീയൂസ് ചെയ്യുക, പിന്നെ ഇതിനെ റീസൈക്കിൾ ചെയ്യുക. ദീസ് സ്റ്റെപ്സ് ഹെൽപ്പ് us കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ഫസ്റ്റ് ഈസ് റെഡ്യൂസ്. വി ഷുഡ് cycle, walk or use public transport such as buses to reduce the use of personal vehicles. Thus fuel will be saved and air will remain clean. അതായത് നമ്മൾ സൈക്കിളോ അല്ലെങ്കിൽ കാൽനടയായിട്ടോ ഒക്കെ ഷോർട്ട് ഡിസ്റ്റൻസ് നമുക്ക് യാത്ര ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാൽനടയായിട്ടൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത് നമ്മൾ യൂസ് ചെയ്യുക. പേഴ്സണൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ പേഴ്സണൽ വെഹിക്കിൾസിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ എയർ ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് വി ഷുഡ് സ്വിച്ച് ഓഫ് ഫാൻസ് ആൻഡ് ലൈറ്റ്സ് വെൻ നോട്ട് ഇൻ യൂസ്. അതായത് നമ്മൾ ഉപയോഗത്തിലല്ലാത്ത സമയത്ത് ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്യുക. വി ഷുഡ് ക്യാരി ക്ലോത്ത് ബാഗ്സ് വൈൽ ഷോപ്പിംഗ്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കിന് തുണി കൊണ്ടുള്ള ബാഗുകളൊക്കെ കൊണ്ടുപോവുക. വി ഷുഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്. ഇതിലൂടെ നമുക്ക് പ്ലാസ്റ്റിക് ബാഗിൻ്റെ യൂസ് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് റീയൂസ്. Plastic containers can be converted into pen stands and bottles can be used to grow plants. അതായത് റീയൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുക.
നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറെല്ലാം നമ്മൾ ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയാതെ ഉണ്ട് അത് നമ്മൾ പെൻ സ്റ്റാൻഡായിട്ടോ അല്ലെ ബോട്ടിൽസൊക്കെ ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റ്സിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബോട്ടിൽസൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീസൈക്കിൾ. മെനി പ്രോഡക്ട്സ് ആർ മെയ്ഡ് ഫ്രം റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. റീസൈക്ലിംഗ് മീൻസ് മേക്കിംഗ് ന്യൂ പ്രോഡക്ട്സ് ഫ്രം ഓൾഡ് പ്രോഡക്റ്റ്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾഡ് പ്രോഡക്റ്റിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് നിർമ്മിച്ചെടുക്കുക. ഓക്കെ, വി ഷുഡ് യൂസ് മോർ ഓഫ് ദീസ് പ്രോഡക്ട്സ്. പേപ്പർ ടവൽസ് and greeting cards are some of the products that can be made from recycled materials. അതായത് നമ്മൾ യൂസ് ചെയ്ത പേപ്പറിൽ നിന്ന് നമുക്ക് പേപ്പർ ടവലോ പേപ്പർ കാർഡോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ 3 R's. ഓക്കെ, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. So our 6th chapter is over. You study well. We will meet in the next class. Thank you.